ഈ ഇങ്ങനെയുള്ള മണി ചെയിൻ തട്ടിപ്പുകൾക്ക് ഇരയാക്കപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാദപ്രതിവാദമാണ് അങ്ങ് ആ കോടതിയിൽ ഉയർത്തിയത്. ഇതുപോലെയുള്ള മണി ചെയിൻ തട്ടിപ്പുകാർക്ക് ഇങ്ങനെ ഒരു നടത്തിയത് അവർ ഒരുപാട് അതിനു വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഈ വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ അയ്യൂബ് പറയുന്നുണ്ട് നമുക്ക് ഹൈക്കോടതിയിൽ പോകാം, അവിടെ 19 ബഡ്സ് ആക്ടിന്റെ ക്ലോസ് 19 വെച്ചിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ നമുക്ക് വൈകുന്നേരം കിട്ടിയിട്ടുള്ള ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിശകലനം നടത്താൻ വേണ്ടിയിട്ടും അടുത്ത മൂവ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും എന്താണ് ടോട്ടലി കോമൺ ആയിട്ട് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചും അവസാന ഭാഗത്തോട്ട് പറയും. പിന്നെ ഇന്നലെ ചെയ്ത വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, ആ ക്ലാരിറ്റി കുറവ് ഇന്ന് നികത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപയോഗിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ വളരെയധികം സ്വന്തം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്ന് മാത്രം ആമുഖമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇന്നലെ കിട്ടിയ ജഡ്ജ്മെന്റ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് പ്രതികൂലമായിട്ട് വന്നിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു ഇന്നലത്തെ ജഡ്ജ്മെന്റ്. മുന്നേ 27-ാം തീയതി നമുക്ക് കിട്ടിയത്, 25-ാം തീയതി നമ്മുടെ കയ്യിലോട്ട് കിട്ടിയത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് പ്രതികൂലമായിട്ട് വന്നിട്ടുള്ള ഒരു വിധിയായിരുന്നു 25-ാം തീയതിയിലെ വിധി. അതിന്റെ ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ഇന്നലെ കിട്ടിയത്. അപ്പോൾ അത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്തിന്റെ കാരണത്താലാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് പ്രതികൂലമായി വന്നതെന്ന് നമുക്ക് ഈ ജഡ്ജ്മെന്റിൽ കാണാൻ പറ്റും എന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഏകദേശം 24ഓളം പേജ് വരുന്ന ഈ ഒരു ജഡ്ജ്മെന്റിൽ അവസാന ഭാഗത്തോട്ട് വരുന്ന സമയത്ത് 28ാമത്തെ പോയിന്റിൽ വളരെ വ്യക്തമായിട്ട് അവിടെ ഈ കോർട്ട് എഴുതിയിട്ടുണ്ട്, ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റി ഉന്നയിച്ച ആരോപണങ്ങൾ മേൽ തിരിച്ച് മതിയായ ഡോക്യുമെന്റ്സ് ഇൻസഫിഷ്യൻസ് ആയിട്ട് തോന്നി, ആ കാരണത്താൽ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രയർ എന്താണ്, ഈ പറയുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ഫ്രീസ് ചെയ്ത് വെച്ചതിനെ പെർമനന്റ് ആക്കാൻ വേണ്ടിയിട്ടും അത് സെയിൽ ചെയ്ത് ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഈ പറയുന്ന ഡോക്യുമെന്റേഷൻ സമർപ്പിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. തുടക്കം മുതലുള്ള ഒടുക്കം വരെയുള്ള ഈ വാദങ്ങളുടെ കാര്യങ്ങളും അതിന്റെ വിശകലനങ്ങളും എല്ലാം തന്നെ അതിൽ ആ ഒരു ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സംവാദങ്ങൾ നടന്നിട്ടുണ്ട്, വാദമുഖങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് പറയാനുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് പറയാനുള്ള കാര്യങ്ങളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം ഉണ്ടായിട്ടുള്ള വിധി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് പ്രതികൂലമായിട്ടും കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഇത്തരത്തിലൊരു വിധി വന്നു, ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് മുന്നിലേക്കാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ സഹിതം നിങ്ങളോട്ട് ഈ ഒരു വിഷയത്തെ ഒരു പൊതുവായ കാര്യത്തെക്കുറിച്ച് കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. അതിനോട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ ഒരു വ്യക്തി ഞാൻ പറയുകയാണ്, ഒരു വ്യക്തി കൊലപാതകം ചെയ്തിട്ടുണ്ട്. ആ കൊലപാതകം ചെയ്തത് അദ്ദേഹത്തിന് ഒരു കൊലപാതകം ആരോപിക്കപ്പെടുമ്പോൾ ഞാൻ അത് കേസായി ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി സംവാദങ്ങളെല്ലാം നടക്കുന്നതിനിടയിൽ ഈ പറയുന്ന കൊലപാതകം ചെയ്ത വ്യക്തി ഇന്ന സമയത്ത് ഇന്ന വസ്തു കൊണ്ട് ഇന്ന ആളെ കുത്തി എന്നതിന് തെളിവായിട്ട് 2 സാക്ഷികളെയും ഞാൻ ഉദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊലപാതകി എന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ് ആ ഒരു ജഡ്ജ്മെന്റ് വരികയാണ്. പക്ഷെ സത്യത്തിൽ അദ്ദേഹം കൊലപാതകം ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായി ബോധമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള ഈ ഒരു വാദങ്ങൾ നടക്കുന്ന ഇടയിൽ അദ്ദേഹം കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പാകമായിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ആ കോടതിയിൽ സമർപ്പിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആ കോടതിയിൽ വന്നിട്ടുള്ള ജഡ്ജ്മെന്റ് അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയി മാറി എന്നത് ഒരു സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ആ കോടതിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജഡ്ജ്മെന്റ് തികച്ചും ന്യായമായിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം കോടതിയിൽ തെളിവുകളാണ് ഉന്നയിക്കേണ്ടത്, കോടതിയിൽ വേണ്ടത് അബ്സല്യൂട്ട് കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിനുശേഷം അപ്പോഴും അദ്ദേഹം നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് ബോധമുള്ളത് കൊണ്ട് തന്നെ ഒരു സമയത്തോട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണേ, നമ്മളെ നിയമ സംവിധാനം മുന്നോട്ട് വെക്കുന്ന, ഇന്ത്യ രാജ്യത്തുള്ള നിയമ സംവിധാനം മുന്നോട്ട് വെക്കുന്ന ഒരു നിയമ സംഹിതയാണ് ആ കോർട്ട് അപ്പീൽ ടു ഹൈക്കോർട്ട് അല്ലെങ്കിൽ അപ്പീൽ ടു മേൽക്കോടതിയിലോട്ട് അപ്പീലിന് പോകാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉള്ളത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അപ്പീലിന് പോകാനുള്ള ഒരു അവസരമുണ്ട്. ഏതൊരു കോടതിയിൽ നിന്നും വിധികൾ വരുന്ന സമയത്ത് 60 days ആണ്. നമ്മളിപ്പോൾ ഈ ബഡ്സിന്റെ കാര്യം പറയുന്നത് 60 daysനുള്ളിൽ ഈ പറയുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് മേൽക്കോടതിയിലോട്ട് പോകാനുള്ള അവസരമുണ്ട്. അപ്പൊ ഈ വന്നിട്ടുള്ള വിധി തങ്ങൾക്ക് വിഷമമുണ്ടാക്കി എന്ന രൂപത്തിലോട്ട് ഒരു കാര്യം ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാൻ ഇവിടുത്തെ നിയമ സംവിധാനം അനുവദിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ നിരപരാധിത്വം അവിടെ തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയം കണ്ടെത്താനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സന്തോഷമുള്ള നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലോട്ട് വരികയാണെങ്കിൽ അങ്ങനെ അദ്ദേഹം ഹൈക്കോർട്ടിലോട്ട് അപ്പീലിന് പോവുകയും അപ്പീലിന് പോയ സമയത്ത് ഈ പറയപ്പെടുന്ന ആളുകൾ പറഞ്ഞ വിറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം
മറികടക്കുന്ന രൂപത്തിൽ, അതിനേക്കാൾ വെല്ലുന്ന രൂപത്തിൽ അദ്ദേഹം അന്ന് ആ കൊല നടക്കുന്ന സ്ഥലത്ത് ഇല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ മറ്റൊരു എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അദ്ദേഹത്തിന്റെ വാദങ്ങളെ തെളിയിക്കുന്ന രൂപത്തിൽ 100% അദ്ദേഹത്തിന്റെ വാദങ്ങളെ ശരിവെക്കുന്ന രൂപത്തിലുള്ള എവിഡൻസ് അദ്ദേഹം ആ ഹൈക്കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും അവിടെ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും വിജയം കിട്ടുക എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. കാരണം അദ്ദേഹം നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിലോട്ട് പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു കാര്യം മുന്നോട്ടെടുത്തത്. നേരെ മറിച്ച് ആദ്യം പറയുന്ന വിധിയിൽ അദ്ദേഹം വിഷമമൊന്നുമില്ല, അത് കറക്റ്റാണ് എന്ന് ഒത്തിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം തന്റെ സമ്മതം, അതായത് കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ പിന്നീട് അപ്പീലിന് പോകേണ്ട ഒരു അവസരം അവിടെ വരുന്നില്ല. കുറ്റസമ്മതം അദ്ദേഹം നടത്തി കഴിഞ്ഞു. ഇവിടെ കുറ്റസമ്മതം നടത്താതെ അദ്ദേഹം എന്ത് ചെയ്യാണ്, എനിക്ക് അപ്പീലിന് പോകണം, എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന രൂപത്തിലോട്ട് ഈ പറയുന്ന ഹൈക്കോടതിയിലോട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരത്തെ ഉപയോഗിക്കുകയും ശേഷം അതിനു വേണ്ടിയിട്ടുള്ള എവിഡൻസ് സമർപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ പറയുന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് വിജയം കൈവരിക്കാനുള്ള അവസരം എത്തുക. നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഇത്തരം ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഇവിടെ തികച്ചും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് വന്ന വിധിയിൽ, കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് അനുകൂലമായിട്ടുള്ള വിധിയിൽ ഈ പറയുന്ന ജഡ്ജ്മെന്റ് കൂടി കൂട്ടി വായിക്കുമ്പോൾ തികച്ചും ന്യായമായിട്ടുള്ള നീതിപരമായിട്ടുള്ള കാര്യം തന്നെയാണ് ജഡ്ജിന്റെ മുന്നിൽ തീരുമാനത്തിൽ എടുത്തിട്ടുള്ളത്. കാരണം അവരുടെ മുന്നിൽ എന്താണ് കണ്ടിട്ടുള്ളത് ആ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ്, അല്ലെങ്കിൽ അത്തരം ഡോക്യുമെന്റേഴ്സ് അനുസരിച്ചാണ് അതിലൊരു വിധി വരിക എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ബഹുമാനപൂർവ്വം നമ്മൾ അംഗീകരിക്കും. അതിൽ വിഷമമുണ്ടെങ്കിൽ അതേ നിയമ സംവിധാനം നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ആ ഒരു വിധിയിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയിലോട്ട് ഹൈക്കോടതിയിലോട്ട് അപ്പീലിന് പോകാനുള്ള ഒരു ക്ലോസ് തന്നെ നമ്മുടെ ഈ പറയുന്ന ബഡ്സ് ആക്ടിൽ 19ാമത്തെ ക്ലോസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അപ്പീൽ ടു ഹൈക്കോർട്ട് എന്നുള്ളത്. അത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് ആദ്യം അനുകൂലമായി വന്നിരുന്നെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്കും മേൽക്കോടതിയിലോട്ട് പോകാനുള്ള അവസരമുണ്ട്. അതേ സ്വാതന്ത്ര്യം തന്നെ ഏത് പ്രതിയായി നിൽക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കും പോകാനുള്ള അവസരമുണ്ട്. ഈ അവസരത്തെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മൾ ഈ പറയുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ള ആളുകൾ നോക്കിക്കാണേണ്ടതും പൊതുസമൂഹം നോക്കിക്കാണേണ്ടതും. അവിടെ ഈ പറയുന്ന ലാക്ക് ഓഫ് ഡോക്യുമെന്റേഷൻ, ഈ പറയുന്ന സഫീഷ്യൻസ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷന്റെ കുറവ് കാരണത്താൽ ഈ പറയുന്ന പ്രതികൂലമായിട്ടുള്ള വിധി, അത് സമർപ്പിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണല്ലോ പ്രതികൂലമായിട്ടുള്ള വിധി വന്നത്. അത് ഈ പറയുന്ന അപ്പീലിന് പോകാൻ നിൽക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കയ്യിൽ അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് ഞങ്ങൾക്ക് അവിടെ സമർപ്പിക്കാൻ പറ്റും എന്ന രൂപത്തിലോട്ട് ഒരു കാര്യം വരികയാണെങ്കിൽ അവർ അപ്പീലിന് പോകാനും തയ്യാറാവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസോട് കൂടി അവർ പോകുമ്പോൾ അതൊരു പോസിറ്റീവ് സൈനാണ്. ഇവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിധി പ്രകാരം കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് അവർക്ക് അനുകൂലമായി വന്ന വിധിയിൽ അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പ്രോപ്പർട്ടി സെയിൽ, അല്ലെങ്കിൽ പബ്ലിക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് അവരുടെ അറ്റാച്ച്മെന്റ് ചെയ്യാനുള്ള, പെർമനന്റ് അറ്റാച്ച്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഈ വിധിക്കെതിരെ ഒരു ഇൻട്രീം ഓർഡർ വാങ്ങിച്ച് ആ വിധിയെ സ്റ്റേ ചെയ്ത് വെക്കാനും ആദ്യത്തെ കാര്യമായിട്ട് അവർക്ക് ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതോടുകൂടി ഈ ഒരു ഹൈക്കോർട്ടിൽ തീരുമാനമാകാതെ ഈ പറയുന്ന വിധിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ ഇതാണ് പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ജഡ്ജ്മെന്റുകൾ വരുന്നത് തികച്ചും ആ ഒരു സമയത്ത് ആ ഒരു കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാവുക, അവിടുത്തെ ഡോക്യുമെന്റേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. പല ആളുകളും സംശയം ചോദിക്കുകയുണ്ടായി, ഇപ്പോൾ സെഷൻ കോർട്ടിൽ ഇത്തരം ഒരു കാര്യം, ബഡ്സിന്റെ കോടതിയായിട്ട് പറയുന്ന സെഷൻ കോർട്ടിൽ ഇത്തരം കാര്യം പ്രതികൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് കാര്യമുണ്ടോ എന്ന രൂപത്തിൽ ചോദിക്കുകയുണ്ടായി. അതായത് ഇവിടെ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ട് തീർപ്പ് കൽപ്പിച്ചു, അല്ലെങ്കിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വിജയം കിട്ടുമോ എന്നൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ബഡ്സ് ആക്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള 19ാമത്തെ കോർട്ടായിട്ടുള്ള അപ്പീൽ ടു ഹൈക്കോർട്ട് എന്ന് വെച്ചത് തന്നെ ഇത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ പറയുന്ന ആ സമയത്ത് സമർപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട് നിരപരാധി അപരാധിയാകുന്ന രൂപത്തിലോട്ട് കാര്യങ്ങൾ വരാൻ പാടില്ല എന്ന് നിയമ സംവിധാനത്തിലുള്ള ആളുകൾ മുൻകൂട്ടി ആലോചിച്ചതിന്റെ പേരിലാണ് അപ്പീൽ ടു ഹൈക്കോർട്ട് എന്ന് പറയുന്ന രൂപത്തിലോട്ട് ഈ പറയുന്ന ക്ലോസ് വെച്ചിട്ടുള്ളത് തന്നെ. ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് പ്രതിയാണ്, ഈ പ്രതിയായതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രൂപത്തിൽ എന്തെങ്കിലും ഇപ്പം മുൻപ് അവരൊക്കെ പറഞ്ഞതിന്റെ 5 കോടി PPക്ക് കൊടുത്തു എന്ന രൂപത്തിലൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രൂപത്തിൽ ഒരു മാനിപ്പുലേഷൻ നടന്ന് ഈ പറയുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് അനുകൂലമായിട്ട് വിധി വരികയാണെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്കും ഈ പറയുന്ന ഹൈക്കോടതിയിലോട്ട് പോവാം. അപ്പൊ ഇത്തരം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിയമ സംവിധാനത്തിൽ ഇത്തരം വരുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പോസിറ്റീവ് തോട്ടാണ് നമുക്ക് എല്ലാവർക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിയമ സംവിധാനത്തിൽ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുന്ന ആരുണ്ടോ അവരുടെ കൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ. ഇനി ഈ പറഞ്ഞ വിഷയത്തിൽ ടോട്ടലി ഒരു കൺഫ്യൂഷൻ, ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇന്നലെ ചെയ്ത വീഡിയോയിൽ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ഐറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ ടോട്ടൽ മാനേജ്മെന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു 25-ാം തീയതി രാത്രി. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അവ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ചെയ്ത വീഡിയോയിൽ പല ആളുകളും വിളിക്കുകയുണ്ടായി. ഇങ്ങനെ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞ് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എന്ന രൂപത്തിൽ വിളിക്കുകയുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞത് ഐറിഷ് ഓൺലൈൻ ഷോപ്പ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ തുറന്നു പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പണം അല്ലെങ്കിൽ അവരുടെ ID തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനത്തെ മാർഗരേഖ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് ആ സൂമിൽ കേൾക്കാൻ പറ്റി. ആ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഐറിഷ് ഓൺലൈൻ ഷോപ്പിൽ ആ പറഞ്ഞ ആളുകൾക്ക് ഒരിക്കലും എവിടെയാണ് ഈ പറയുന്ന ആളുകൾ ഉള്ളത് അല്ലെങ്കിൽ ആർക്കാണ് ബുദ്ധിമുട്ട് എന്ന് ഉള്ളത് ആ പറയുന്ന ആളുകൾ ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാകുന്ന തങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ഓരോ ലീഡേഴ്സാണ്. അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള എൻ്റെ താഴെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് എന്നിലേക്കാണ് ആദ്യം വരിക. ഞാനാണ് അവരുടെ ലിസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് മുകളിലോട്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോഴാണ് ഞാൻ അവരെ ജോയിൻ ചെയ്തതിന്റെ പൂർണ്ണമായിട്ട് കടമ നിർവഹിച്ചു എന്ന രൂപത്തിലോട്ട് ഒരു കാര്യം വരത്തുള്ളൂ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് ഞാൻ വരത്തുള്ളൂ. കമ്പനി അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് ഒരു കാര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് തന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് അതുവരെ കോൾ ചെയ്തിരുന്ന ആളുകളിലേക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഒരു അവസരമുണ്ട്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. തന്മൂലം നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഐറിഷ് ഓൺലൈൻ ഷോപ്പിയോ ഞാനോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഓഫറുകളോ കാര്യങ്ങളോ അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് ഈ പറയുന്ന മുതൽ മുടക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരമുണ്ട് എന്ന രൂപത്തിലോട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് ഈ പറയുന്ന മുകളിലോട്ട് എത്തിക്കാനുള്ള അവസരത്തെ നമ്മളെല്ലാവരും ഉപയോഗിക്കണമെന്നാണ് ഞാൻ ഇന്നലെ വീഡിയോ വ്യക്തമായി പറയാനുണ്ടായത്. ഇവിടെ സംഭവിച്ചത് ഈ പറയുന്ന ഇന്നലെ എനിക്കൊരു കോൾ വരികയെന്ന് വെച്ചാൽ അപ്പോൾ അദ്ദേഹം എനിക്ക് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു, ഒരുപാട് കോളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര ആളുകൾ നിങ്ങളുടെ താഴെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 35,000 പേരുണ്ടെന്ന്. അപ്പോൾ എത്ര കോളുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ചോദിച്ചു, ഈ പ്രശ്നക്കാരായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പറയുന്ന എത്ര കോളുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു 15ഓളം കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷൻ നോക്കുക, 35,000 അസോസിയേറ്റ് ഉള്ള ഒരു ടീമിൽ നിന്ന് വെറും 15ഓളം പേര് മാത്രമേ എന്തുള്ളൂ പ്രശ്നക്കാരായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഐറിഷ് ഓൺലൈൻ ഷോപ്പിൽ ഇനി തുടരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുള്ള 15ഓളം പേരെ കെയർ ചെയ്യാൻ പോലും ഭാഗമാകാതെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യം പരിഗണിക്കാൻ പോലും നമ്മൾ തയ്യാറാവാത്ത സിറ്റുവേഷൻ അത് ഡേഞ്ചറാണ്. കാരണം നമ്മൾ അവരെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്നവർക്കാണ് നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ക്വാളിറ്റി നിങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ടീമിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം എന്ന രൂപത്തിലോട്ട് നമ്മൾ തയ്യാറാണ്, നമ്മൾ മുന്നോട്ട് വരണം. അവിടെ പ്രശ്നങ്ങളല്ല, ഈ പറയുന്ന ആളുകൾ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തങ്ങളുടെ മുതൽ മുടക്ക് തങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കേസിന് പോകുന്നത്. കേസിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന വിധിയിൽ മേൽ സ്റ്റേ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഐറിഷിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടം തീർന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം ഇവർക്ക് പണം കിട്ടാനുള്ള തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അതിന് മുന്നേ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് കേസ് കൊടുക്കാതെ തന്നെ ഈ പണം തിരിച്ചു കിട്ടാനുള്ള അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയുടെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അവിടെ ആർക്കും തന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ അവരുടെ ബാധ്യത ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അവരുടെ മുതൽ മുടക്കിന്റെ ഇവരുടെ കൊടുക്കുന്ന പണത്തിന്റെ തുല്യമായിട്ടുള്ള ഈ ഡിജിറ്റൽ ഐഡികളെല്ലാം പർച്ചേസ് ചെയ്യാനും പറ്റും എന്നതാണ് അതിന്റെ ഒരു ക്ലാരിറ്റി. അപ്പൊ അത് മനസ്സിലാക്കുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരും. നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായിട്ട് ടെൻഷന് കാര്യങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ടെൻഷൻ അടിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല, നമുക്ക് മുന്നോട്ടുള്ള വഴി തെളിയത്തില്ല. ടെൻഷൻ അടിക്കാണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇവിടെ വ്യക്തമായിട്ട് നമുക്കറിയാം നമ്മൾ എന്ത് പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിച്ചു പോകുന്ന കാര്യങ്ങളും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ആ രൂപത്തിൽ നമുക്കിനി സമർപ്പിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കിടക്കുകയാണ്. അത്തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കടക്കാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകൾക്കും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും, ചില ആളുകൾക്ക് മനസ്സിലാകാതിരിക്കും. മനസ്സിലാകാത്ത സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്നിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കാം. ഞാൻ എൻ്റെ നമ്പർ ഇതിലോട്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല ആളുകൾക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാത്തത് നേരിട്ട് എന്നോട് ചോദിക്കേണ്ട ഒരു അവസരത്തെ ഞാൻ ഇവിടെ വെക്കുകയാണ്. കാരണം കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പല ഉത്തരങ്ങളും നമ്മളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു തെളിവായിട്ടുള്ള ഒരു വ്യൂ വരും, ഒരു പോസിറ്റീവ് വരും. പല ആളുകളും ഡിപ്രഷൻ ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു സംവിധാനത്തെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേസ് കൊടുക്കൂ എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ പണം കിട്ടുക എന്നുള്ളതല്ല. നമ്മളെന്തായാലും ഐറിഷ് ഓൺലൈൻ ഷോപ്പ് എന്തായാലും ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിധിയിൽ ഒരു സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൊടുത്ത കേസുകളും അതുപോലെ അവിടെ കിടക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ
ഈ ഒരു സെറ്റിൽമെന്റ് സംവിധാനത്തിലോട്ട് നിങ്ങൾ ഇവരെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണമാണ് ആവശ്യമെങ്കിൽ ആ പണം കൊടുക്കാനുള്ള സംവിധാനത്തെ മാർഗ്ഗരേഖ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് അവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ലീഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് ആ സമയം വരുമ്പോൾ വളരെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഡേഴ്സ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഒരു 90% ആളുകളും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ. ഈ സപ്പോർട്ടായി നിൽക്കുന്ന ആളുകൾക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, EMI അടക്കാനുണ്ട്, ലോൺ അടക്കാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ലീഗലായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന് കഴിഞ്ഞാലും നല്ലൊരു സംവിധാനമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് കേട്ടു. ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം, പുതിയ ഇന്നോവേഷൻ ആയിട്ട് ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നുണ്ട് കേട്ടു. അതിന്റെ ലീഗാലിറ്റി, അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അത്തരം ഒരു കാര്യം സംവിധാനം മുന്നോട്ട് വെക്കുകയാണെങ്കിലും വളരെ ആശ്വാസകരമായിട്ട് ഈ പറയുന്ന സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും വളരെ ആശ്വാസകരമായിട്ട് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് നമുക്ക് അത്തരം കാര്യങ്ങളോട് സമീപിക്കാനുള്ളത്. അല്ലാതെ ഇവിടെ ഒരിക്കലും ആ രൂപത്തിൽ തട്ടിപ്പിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും തന്നെ മുതിരില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നോ നമ്മൾ ഈ പറയുന്ന കേസും കൂട്ടുമായിട്ടല്ലാണ്ട് തിരിച്ചുള്ള സംവിധാനങ്ങൾ നമ്മൾ എന്നോ പരിഹരിച്ചിരുന്നു. ഇവിടെ പല ആളുകളുടെ വിചാരം അവർക്ക് മാത്രമേ നിയമ സംവിധാനങ്ങൾ അറിയുകയുള്ളൂ, അവർ പറയുന്നത് മാത്രമാണ് സത്യങ്ങൾ എന്ന രൂപത്തിലോട്ട് പല ആളുകൾ വരുന്നുണ്ട്. ശരിക്കും അതല്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരിക. ഇതിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് നമുക്കും തിരിച്ചറിയാവുന്ന ആളുകളാണ്, നമ്മളും ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അതിനൊന്നും അവർ പറയുന്ന പോലത്തെ സമയമായിട്ടില്ല. അത് നമുക്ക് ദോഷം ചെയ്യും. നമ്മൾ ഈ പറയുന്ന റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അത് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും ഈ ഒരു വിഷയത്തിൽ മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വിഷയത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും ഈ വിഷയത്തിൽ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കാനും തങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ എല്ലാവരും എത്തിക്കുക. എന്തായാലും ഈ ഒരു അവസരത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നുണ്ട്. ചിന്തിക്കുക, ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, ഏതൊരു തീരുമാനവും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. താങ്ക് യു സോ മച്ച്.